ബി എ ഹിസ്റ്ററിയുടെ 4th സെമ്മിലെ റിസർച്ചിങ് ദ പാസ്റ്റ് എന്ന വിഷയത്തിലെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു. അതിൽ 3rd ക്വസ്റ്റ്യൻ, എലാബറേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് നെഗറ്റീവ് ഹൈപ്പോത്തസിസ്. നെഗറ്റീവ് ഹൈപ്പോത്തസിസ് അഥവാ നൾ ഹൈപ്പോത്തസിസ് എന്ന സങ്കല്പം എന്താണെന്ന് വിശദമായി പറയാം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ദി കോൺസെപ്റ്റ് ഓഫ് നൾ ഹൈപ്പോത്തസിസ് ഓൾസോ നോൺ ആസ് നെഗറ്റീവ് ഹൈപ്പോത്തസിസ് ഇൻ റിസർച്ച്. റിസർച്ചില് നൾ ഹൈപ്പോത്തസിസിനെയാണ് നെഗറ്റീവ് ഹൈപ്പോത്തസിസ് എന്നും പറയുന്നത്. A null hypothesis is a statement that there is no significant difference or relationship between variables. അവിടെ ആ ഹൈപ്പോത്തസിസിൽ ചർച്ച ചെയ്യപ്പെടുന്ന വേരിയബിൾസിൻ തമ്മിൽ ഗണ്യമായ വ്യത്യാസങ്ങളോ ബന്ധങ്ങളോ ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, നോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നെഗറ്റീവ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പരിശോധിക്കാം. സോഷ്യൽ സയൻസ് റിസർച്ചിലെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അവേഴ്സ് സ്പെൻഡ് വാച്ചിങ് TV ആൻഡ് അക്കാദമിക് പെർഫോമൻസ് ഇൻ ചിൽഡ്രൻ. കുട്ടികൾ അധിക സമയം ടെലിവിഷൻ കാണുന്നതും അവരുടെ സ്കൂൾ മാർക്കും തമ്മിൽ ബന്ധമില്ല എന്നാണ് ഇവിടെ നമ്മൾ പഠനവിധേയമാക്കാൻ റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത ഇത് നോ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണുള്ള ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ 2 വേരിയബിൾസ്. ഇവിടെ 2 വേരിയബിൾ ഏതൊക്കെയാ? ഒന്ന് അവേഴ്സ് സ്പെൻഡ് വാച്ചിങ് TV, രണ്ടാമത്തെ വേരിയബിൾ ഏതാ? പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ അക്കാദമിക് എക്സാമിനേഷൻസ്. ഇങ്ങനെ 2 വേരിയബിൾസ് തമ്മിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പും ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നൾ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഹൈപ്പോത്തസിസ്. സോ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം അല്ലേ? എ നൾ ഹൈപ്പോത്തസിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് there is no significant effect or difference or relationship between variables എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് നോ ഇഫക്റ്റ് ഓർ നോ ഡിഫറൻസ് ടൈപ്പ്. നോ ഇഫക്റ്റ് നോ ഡിഫറൻസ് എന്ന ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണത്. ഇതിന്റെ പ്രത്യേകത അതിന്റെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ആശയം എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇത് ടെസ്റ്റബിൾ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തു നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. ഫാൾസിഫയബിൾ ആണ്. അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് നമുക്ക് തെളിയിക്കാനും സാധിക്കും. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. എക്സാമിൻ ദ വർക്ക് ഓഫ് ആന്റണി ബ്രണ്ടേജ്. ആന്റണി ബ്രണ്ടേജിന്റെ കൃതികളെ പരിശോധിക്കുകയാണ്. ആന്റണി ബ്രണ്ടേജ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി പ്രൊഫസറാണ്. കാലിഫോർണിയയിലെ സ്റ്റേറ്റ് പോളിടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 7ഓളം പുസ്തകങ്ങളുണ്ട്. അത് മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ളത് അദ്ദേഹം റിച്ചാർഡ് കോസ്ഗ്രോവിന് കൂടെ, ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനാണ് റിച്ചാർഡ് കോസ്ഗ്രോവ്, അദ്ദേഹത്തിന്റെ കൂടെ ഓതർ ചെയ്തെഴുതിയ ഒരു പുസ്തകമാണ് ഫ്രം ഹ്യൂം ടു ചർച്ചിൽ എന്നാണ്. ഹ്യൂം മുതൽ ചർച്ചിൽ വരെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ദ പീപ്പിൾസ് ഹിസ്റ്റോറിയൻ എന്നത്. ജോൺ റിച്ചാർഡ് ഗ്രീൻ ആൻഡ് ദ റൈറ്റിംഗ് ഓഫ് എ ഹിസ്റ്ററി ഇൻ വിക്ടോറിയൻ ഇംഗ്ലണ്ട്, 1994 പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ദിസ് ബുക്ക് എക്സ്പ്ലോർസ് ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ജോൺ റിച്ചാർഡ് ഗ്രീൻ. ഈ പുസ്തകം ജോൺ റിച്ചാർഡ് ഗ്രീന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കൃതികളെയും പരാമർശിക്കുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള പഠനം നടത്തുകയോ ചെയ്യുന്ന പുസ്തകമാണ്. ആരാണ് ജോൺ റിച്ചാർഡ് ഗ്രീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്ടോറിയൻ ചരിത്രകാരൻ, പ്രമുഖ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ചരിത്രകാരനായിരുന്നു ഇംഗ്ലണ്ടിലെ. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, രണ്ടാമത്തെ പുസ്തകമാണ് ഗോയിങ് ടു ദ സോഴ്സസ്, എ ഗൈഡ് ടു ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. 2002 ഈ പുസ്തകം എഴുതിയത്, ഗോയിങ് ടു ദ സോഴ്സസ്. ദിസ് ബുക്ക് പ്രൊവൈഡ്സ് ഗൈഡൻസ് ഓൺ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. ചരിത്ര ഗവേഷണത്തെക്കുറിച്ചും ചരിത്ര ലേഖനത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഗൈഡൻസ് നൽകുന്ന പുസ്തകമാണ് ഗോയിങ് ടു ദ സോഴ്സ്. ഉറവിടങ്ങൾ തേടിയുള്ള യാത്ര എന്നാണ് ഈ പുസ്തകത്തിന്റെ അർത്ഥം. കവറിംഗ് ടോപ്പിക്സ് ലൈക്ക് ഫൈൻഡിങ് സോഴ്സസ്, ഉറവിടങ്ങൾ കണ്ടെത്തുക, അനലൈസിങ് എവിഡൻസ്, തെളിവുകൾ വിശകലനം ചെയ്യുക, ആൻഡ് കൺസ്ട്രക്ടിങ് ആർഗ്യുമെന്റ്സ്, വാദമുഖങ്ങൾ നിർമ്മിക്കുക. ഇത്തരം ആശയങ്ങളാണ്. ഇനി 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ നേച്ചർ ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ്. പരമ്പരാഗതമല്ലാത്ത ചരിത്ര ഉറവിടങ്ങൾ എന്താണ്, അതിന്റെ പ്രകൃതം എപ്രകാരമാണ് എന്ന് ആണ് ചോദ്യം. ഇൻ ദ ഹിസ്റ്റോറിക്കൽ റിസർച്ച് കോണ്ടെക്സ്റ്റ്, നോൺ കൺവെൻഷണൽ സോഴ്സസ് റെഫർ ടു ഹിസ്റ്റോറിക്കൽ റിസർച്ച് കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെടുത്തി ചരിത്ര ഗവേഷണ സന്ദർഭവുമായി ബന്ധപ്പെടുത്തി നോൺ കൺവെൻഷണൽ സോഴ്സസ് എന്നത് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽസ് ദാറ്റ് ആർ നോട്ട് ടിപ്പിക്കലി കൺസിഡേർഡ് ട്രഡീഷണൽ.
പരമ്പരാഗതം എന്ന് സാധാരണയായി നമ്മൾ കരുതാത്ത തരം കാര്യങ്ങളെയാണ്. അതായത് മെയിൻ സ്ട്രീം സോഴ്സസ് എന്ന് നമ്മൾ പറയാത്ത കാര്യങ്ങളെയാണ് നോൺ കൺവെൻഷണൽ സോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് സോഴ്സസ് ഏതൊക്കെയാണ്? they may provide fresh perspective. കൺവെൻഷണൽ സോഴ്സസിൽ എപ്പോഴും നമുക്കൊരു പതിവ് കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ നോൺ കൺവെൻഷണൽ സോഴ്സസ് എപ്പോഴും പുതിയൊരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ നോക്കി കാണും. ചാലഞ്ച് ദ ഡോമിനന്റ് നാരേറ്റീവ്സ്. നാളിതുവരെയുള്ള വ്യാഖ്യാനങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരിക്കും നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്. ചിലപ്പോൾ ആൻഡ് ഓഫർ മോർ നുവൻസിയേറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പാസ്റ്റ്. ഭൂതകാലത്തിന്റെ പുതുമ നിറഞ്ഞ ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ചിലപ്പോൾ കഴിഞ്ഞിരിക്കും. ഇത്തരത്തിലുള്ള നോൺ കൺവെൻഷണൽ സോഴ്സസിന് എക്സാമ്പിളുകൾ പറയാവുന്നതാണ് ഓറൽ ഹിസ്റ്ററികൾ, വാമൊഴി ചരിത്രങ്ങൾ, പേഴ്സണൽ സ്റ്റോറി, ഇന്റർവ്യൂസ് ആൻഡ് ടെസ്റ്റിമോണീസ് ഫ്രം ഇൻഡിവിജ്വൽസ് ഹു ലിവ്ഡ് ത്രൂ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. ചരിത്ര സംഭവങ്ങളിലൂടെ ജീവിച്ച വ്യക്തികളുടെ ഇന്റർവ്യൂകൾ, അഭിമുഖങ്ങൾ, വ്യക്തിപരമായ കഥകൾ, ഇതൊക്കെ ചിലപ്പോൾ നാളുകളായി സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയലുമായിട്ട് വളരെ അന്തരം ഉണ്ടാവാം ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് നൽകാൻ കഴിയുന്ന പേഴ്സണൽ ഇൻഫർമേഷൻ ആ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ അത് പുതിയൊരു കാഴ്ചപ്പാടിൽ അതുവരെയുള്ള നരേറ്റീവിനെ മാറ്റി എഴുതേണ്ടി വരും, മാറ്റി ചിന്തിക്കേണ്ടി വരുന്ന തരത്തിലുള്ളതും കൂടി ആയിരിക്കാം. സോ വേറൊന്ന് മെറ്റീരിയൽ കൾച്ചറാണ്. ആർട്ടിഫാക്ട്സ്, ഒബ്ജക്ട്സ് ആൻഡ് ഫിസിക്കൽ എവിഡൻസ് ദാറ്റ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ദ ഡെയിലി ലൈഫ് ഓർ സോഷ്യൽ പ്രാക്ടീസസ് ആൻഡ് കൾച്ചറൽ നോംസ്. അതുപോലെ തന്നെ വിഷ്വൽ സോഴ്സസ്, images, photographs, films and videos that capture historical events, people and places. ഡിജിറ്റൽ സോഴ്സസ്, അതായത് എന്തൊക്കെയാണ് ഡിജിറ്റൽ സോഴ്സസ് എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഫോറംസ്, ബ്ലോഗ്, വെബ്സൈറ്റ് that provide contemporary perspective on historical events. ചരിത്ര സംഭവങ്ങളെ കുറിച്ചുള്ള സമകാലീന കാഴ്ചപ്പാട് നൽകുന്ന ഇത്തരത്തിലുള്ള ബ്ലോഗുകൾ, സോഷ്യൽ മീഡിയകൾ, ഓൺലൈൻ ഫോറങ്ങൾ ഒക്കെ ഉണ്ട്. അൺകൺവെൻഷണൽ ടെക്സ്റ്റുകളുണ്ട്. അതേതൊക്കെയാണ് കൺവെൻഷണൽ അല്ലാത്ത ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്? കൺവെൻഷണൽ ടെക്സ്റ്റുകൾ നമുക്കറിയാം, പക്ഷെ ഇത് അൺകൺവെൻഷണൽ ടെക്സ്റ്റുകളുണ്ട്. അതായത് ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ ഒന്നും അല്ലാത്ത ടെക്സ്റ്റുകൾ, ഡയറീസ്, ഓക്കെ, ലെറ്റേഴ്സ്, മെമ്മോയേഴ്സ് ഉണ്ടോ. ആൻ ഫ്രാങ്കിന്റെ ഡയറി ഒരു അൺകൺവെൻഷണൽ സോഴ്സ് ആയിരുന്നു. അതുവരെ ഉണ്ടാകുന്ന കുറേ ചരിത്ര വ്യാഖ്യാനങ്ങളെ, സെക്കൻഡ് വേൾഡ് വാറിന്റെ ഇടയിലുള്ള ലോകമറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അൺകൺവെൻഷണൽ ടെക്സ്റ്റിൽ നിന്നായ ഡയറി എൻട്രിയിൽ നിന്നാണ് കിട്ടിയത്. ലെറ്റേഴ്സ്, മെമ്മോയേഴ്സ്, ഓർമ്മക്കുറിപ്പുകൾ ആൻഡ് അതർ പേഴ്സണൽ റൈറ്റിംഗ്സ് ദാറ്റ് ഓഫർ ഇന്റിമേറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. ചരിത്ര സംഭവങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ കുറിച്ച് വളരെ ആത്മാർത്ഥതയുള്ള ഗാഠബന്ധമുള്ള ചില വിവരണങ്ങൾ നൽകാനായിട്ട് അത്തരം ടെക്സ്റ്റുകൾക്ക് കഴിയും. മ്യൂസിക് ആൻഡ് സൗണ്ട്, സോങ്സ്, സ്പീച്ചസ് ആൻഡ് അതർ ഓഡിയോ റെക്കോർഡിംഗ്സ് ദാറ്റ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ്. അതുപോലെ തന്നെ ഫിലിം ആൻഡ് കാർട്ടൂൺസ്, ഗ്രാഫിക് നറേറ്റീവ്സ്, caricatures and editorial cartoons that provide a satirical or humorous perspective on historical events. കാർട്ടൂണുകൾ, ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലഘട്ടത്തിൽ പത്രങ്ങളിൽ ഇറങ്ങിയ ചില കാർട്ടൂണുകൾ നോക്കിയാൽ തന്നെ ചില പ്രത്യേക ആംഗിളുകളിൽ ചരിത്രത്തെ നോക്കിക്കാണാനായിട്ട് സാധിക്കും. ഒരു പ്രൈം ആയിട്ടുള്ള ഒരു നരേറ്റീവില് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം നരേറ്റീവിൽ നൽകുന്നതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു നരേറ്റീവ് ആയിരിക്കും ചിലപ്പോൾ ഇത് നൽകുക. അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകൾ, പെർസ്പെക്റ്റീവുകളിൽ ഒരു ഡൈവേഴ്സിറ്റി വരും, നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു വൈവിധ്യം വരും. നോൺ കൺവെൻഷണൽ സോഴ്സസ് ക്യാൻ പ്രൊവൈഡ് ആൾട്ടർനേറ്റീവ് വ്യൂ പോയിന്റ് ആൻഡ് ചലഞ്ച് ദ ഡോമിനന്റ് നരേറ്റീവ്സ് ഓർ മെയിൻ സ്ട്രീം നരേറ്റീവ്സ്. നമ്മുടെ ഡോമിനന്റ് ആയിട്ട് ആധിപത്യം പുലർത്തുന്ന പ്രമുഖ വ്യാഖ്യാനങ്ങളെയോ അല്ലെങ്കിൽ ചിന്താധാരകളെയോ ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് നൽകാനായിട്ട് ചിലപ്പോൾ ഇവയ്ക്ക് കഴിഞ്ഞെന്നിരിക്കും. They may also fill gaps in the record. Non-traditional sources can fill gaps in the historical record. ചരിത്ര രേഖപ്പെടുത്തലുകൾ കൺവെൻഷണൽ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ളത് പലതിനും പരിമിതികളുണ്ടാവും, ചില കാര്യങ്ങൾ അവ്യക്തതയുണ്ടാവും. ഇത്തരം പരിമിതികളും അവ്യക്തതകളും ഒക്കെ ഫില്ല് ചെയ്യാവുന്ന ഗ്യാപ്പ് ഫില്ലറുകളായിട്ട് ഈ നോൺ കൺവെൻഷണൽ സോഴ്സുകളിൽ നിന്നുള്ള കിട്ടുന്ന വിവരങ്ങൾ ചിലപ്പോൾ പ്രയോജനപ്പെടുത്തിയിരിക്കും. പ്രൊവൈഡിങ് ന്യൂ ഇൻസൈറ്റ് ഇൻ ടു underrepresented groups or events by incorporating non-conventional sources into historical research. ഇത്തരത്തിൽ നോൺ കൺവെൻഷണൽ സോഴ്സസിനെയും കൂടി ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ഉൾപ്പെടുത്തുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹിസ്റ്റോറിയൻസ് ക്യാൻ ഗെയിൻ എ മോർ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പാസ്റ്റ്. ഭൂതകാലത്തെക്കുറിച്ച് കുറച്ചുകൂടി സമഗ്രമായ ഒരു ധാരണ ലഭിക്കുന്നു ചരിത്രകാരന്മാർക്ക്.
ചലഞ്ച് ദ ഡോമിനന്റ് നാരറ്റീവ്സ്, നാളിതുവരെ നിലവിലിരിക്കുന്ന നാരറ്റീവ്സിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ് പ്രൊവൈഡ് എ മോർ ന്യൂൻസേഡ് ആൻഡ് ഇൻക്ലൂസീവ് അക്കൗണ്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. ഇനി അടുത്തത് ചോദ്യം 6ാമത്തേത് 2 മാർക്ക് ചോദിച്ചിരിക്കുന്നത് വ്യക്തികളെ കുറിച്ച് ഉള്ള ചോദ്യം പലപ്പോഴും 2 മാർക്കിന്റെ സെക്ഷനിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് റോളണ്ട് ബാർത്തസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട ലിറ്റററി തിയറീസ്, സ്ട്രക്ചറലിസം ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അദ്ദേഹം ഒരു ഫ്രഞ്ച് തിയറിസ്റ്റ് ആയിരുന്നു, ലിറ്റററി തിയറിസ്റ്റ് ആയിരുന്നു, എസ്സൈസ്റ്റ് ആയിരുന്നു, ഫിലോസഫർ ആയിരുന്നു, ക്രിട്ടിക് ആയിരുന്നു, അതുപോലെ തന്നെ സിമിയോട്ടിഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികൾ സിമിയോട്ടിക്സ്, സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറലിസം വിത്ത് നോട്ടബിൾ ബുക്സ് ലൈക്ക് മിത്തോളജീസ് ആൻഡ് ദ ഡെത്ത് ഓഫ് ദി ഓഥർ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചില കൃതികളാണ്. റോളണ്ട് ബാർത്തസിനെ കുറിച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നൗ വേറെ 7ാമത്തെ ചോദ്യം ഇങ്ങനെയാണ് 2 മാർക്കിന്റെ, റിയൽ മീനിങ് എന്താണെന്ന്. പെട്ടെന്ന് റിയൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആകെ കുഴപ്പത്തിലാവും. റിയൽ മീനിങ്, യഥാർത്ഥാർത്ഥം, എന്തിന്റെ യഥാർത്ഥാർത്ഥം നോക്കൂ. നമ്മൾ ഈ കോണ്ടെക്സ്റ്റുമായി ചിന്തിച്ചു നോക്കുക. അതായത് ചരിത്ര ഗവേഷണത്തിൽ റിയൽ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ചരിത്ര ഗവേഷണത്തിൽ നമ്മൾ പറയപ്പെടുന്ന വാക്കുകൾക്കൊക്കെ ഡീപ്പർ മീനിങ് ഉണ്ട്, ലേറ്റന്റ് മീനിങ് ഉണ്ട്, സിംബോളിക് മീനിങ് ഉണ്ട്. ആ കൂട്ടത്തിലൊരു മീനിങ് ആണ്, ഒരു പക്ഷേ ഡീപ്പർ മീനിങ്ങിന്റെ തന്നെ ഒരു ഭാഗമാണെന്ന് പറയാം ഈ റിയൽ മീനിങ് എന്ന് പറഞ്ഞത്. So, in the context of historical research, real meaning is often associated with the deeper or underlying significance of a historical event or phenomenon. ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റിന്റെ, ഒരു ഹിസ്റ്റോറിക്കൽ ഫിനോമിനന്റെ ഉള്ളിൽ പുറമെ പറഞ്ഞു പോകുന്നത് എന്താണെന്നല്ല, അതിനുള്ളിലുള്ള യഥാർത്ഥ പൊരുളെന്ത് എന്നതാണ് റിയൽ മീനിങ് എന്ന് പറയുന്നത്. സോ റിയൽ മീനിങ് ക്യാൻ ബി സീൻ ആസ് ആൻ അംബ്രല്ല ടേം ദാറ്റ് എൻകംപോസസ് വേരിയസ് ലെവൽസ് ഓഫ് മീനിങ്. അർത്ഥത്തിന് പല തലങ്ങളുണ്ടെന്ന് പറയും. ഒരു ടെർമിനോളജി പറയുമ്പോൾ അതിന്റെ അർത്ഥവ്യാഖ്യാനത്തിന് പല തലങ്ങളുണ്ട്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് മീനിങ്സ് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും അതിലൊന്നാണ് ഡീപ്പർ മീനിങ്. അതായത് പുറമേ എന്ത് പറഞ്ഞു പോയിരിക്കുന്നല്ല, ആഴത്തിലേക്ക് ചികഞ്ഞു ചെല്ലുമ്പോൾ അതിന് വേറെ ചില അർത്ഥവ്യാഖ്യാനങ്ങൾ കൂടി പറയേണ്ടി വരും. ദി അണ്ടർലൈങ് സിഗ്നിഫിക്കൻസ് ഓർ എക്സ്പ്ലനേഷൻ ഓഫ് എ ഹിസ്റ്റോറിക്കൽ ഈവന്റ് ഓർ ഫിനോമിനൻ. ഒരു ചരിത്ര സംഭവം, ഒരു ചരിത്ര പ്രതിഭാസം, അതിന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടക്കുന്ന അണ്ടർലൈങ് സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ ലേറ്റന്റ് മീനിങ് എന്ത്, അണ്ടർലൈങ് ഓർ ഇംപ്ലിസിറ്റ് മീനിങ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവന്റ് ഓർ സോഴ്സ്. ഇനി സിംബോളിക് മീനിങ് ആണ്. ദ മീനിങ് കൺവേഡ് ത്രൂ സിംബിൾസ്, മെറ്റഫേഴ്സ് ഓർ അതർ ഫോംസ് ഓഫ് റെപ്രസെന്റേഷൻ. അതായത് സിംബിളുകൾ, പ്രതീകങ്ങളിലൂടെ, മെറ്റഫറുകളിലൂടെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള റെപ്രസെന്റേഷനിലൂടെ കൺവേ ചെയ്യുന്ന മീനിങ്ങിനെയാണ് ഇത് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇൻ അതർ വേർഡ്സ്, റിയൽ മീനിങ് റെഫേഴ്സ് ടു ദ അണ്ടർലൈങ് മീനിങ് ആണ്. ഓഫൺ കോംപ്ലക്സ് ആൻഡ് മൾട്ടിഫേസിറ്റഡ്, എന്താ പലപ്പോഴും സങ്കീർണമായ മീനിങ് ആണ്, മൾട്ടിഫേസിറ്റഡ് ആയ മീനിങ്, സിഗ്നിഫിക്കൻസ് ഓഫ് എ ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഓർ ഫിനോമിനൻ. ഒരു ചരിത്ര സംഭവം അല്ലെങ്കിൽ ഒരു ചരിത്ര പ്രതിഭാസം, അതിനെ സംബന്ധിച്ചുള്ള വിവിധ മാനങ്ങളുള്ള അർത്ഥം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിന്റെ അന്തരാത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന, ആഴത്തിൽ ചികഞ്ഞു ചെല്ലുമ്പോൾ ചേരുന്ന അതിന്റെ അണ്ടർലൈങ് തീം ആയിരിക്കാം അതിന്റെ റിയൽ മീനിങ് എന്ന് പറയുന്നത്, വിച്ച് ക്യാൻ ബി അൺകവേർഡ് ത്രൂ കെയർഫുൾ അനാലിസിസ്. അത് റിയൽ മീനിങ് നമുക്ക് ഒരു ഗവേഷകൻ, റിസർച്ചർ വളരെ ശ്രദ്ധാപൂർവമുള്ള വിശകലനത്തിലൂടെ മാത്രമാണ് അതിന്റെ റിയൽ മീനിങ്ങിനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടോ റിയൽ മീനിങ്ങിനെ അനലൈസ് ചെയ്ത് പുറത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് അത് റിയൽ മീനിങ് എന്ന് പറയുന്നത് ഒരു അണ്ടർലൈങ് മീനിങ് ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പലവിധ അർത്ഥങ്ങൾ, മൾട്ടിഫേസിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, ഫിനോമിനൻ ആണ് റിയൽ മീനിങ് എന്നത് നമുക്ക് പറയാം. 8ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ഫെർഡിനൻഡ് ഡി സൊസറെ ആണ്. ഫെർഡിനൻഡ് ഡി സൊസറയെ കുറിച്ച് എന്താണ്, അദ്ദേഹത്തിന്റെ കണ്ടിൻജൻസി തിയറിയെ കുറിച്ച്, ഫെർഡിനൻഡ് ഡി സൊസറയെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന 8ാമത്തെ ചോദ്യത്തിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമുക്ക് എഴുതേണ്ടി വരും. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തെ. 9ാമത്തെ ചോദ്യം പറയുന്നത് കണ്ടിൻജൻസി തിയറിയെ കുറിച്ചാണ്. ഇനി ഹിസ്റ്റോറിക്കൽ റിസർച്ച്, this theory emphasizes that events are not predetermined but emerge from a complex interplay of facts, making them dependent on multiple paths. അപ്പോൾ ഓഫൺ അൺപ്രഡിക്റ്റബിൾ, പലപ്പോഴും പ്രവചിക്കാനാവാത്ത കോസസ് റാദർ ദാൻ എ സിംഗിൾ ഓർ ഇന്നെവിറ്റബിൾ പാത്ത്. അത് ഭാവി, ആ റിസർച്ചിന്റെ അന്തിമ ഫലം എന്തായിരിക്കും നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കണ്ടിൻജൻസി അതിനകത്ത് കിടക്കുന്ന തരത്തിലുള്ള തിയറിയാണ് കണ്ടിൻജൻസി തിയറി എന്ന് പറയുന്നത്. Contingency theory in historical research emphasizes that historical events are the result of complex, unpredictable and interactions among multiple factors. ഒന്നിലേറെ ഘടകങ്ങളുടെ സങ്കീർണമായ, കോംപ്ലക്സ് ആയ, അൺപ്രഡിക്റ്റബിൾ ആയ കാര്യങ്ങളുടെ സ്വാധീനത്തിന് വിധേയമായിട്ടാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം വരുന്നത്. This approach rejects
ഡിറ്റർമിനിസ്റ്റിക് വ്യൂസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ നിശ്ചിത നിയമങ്ങളെയൊക്കെ തള്ളിക്കളയുന്ന ഒരു കാഴ്ചപ്പാട് കൂടിയാണിത്.